ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ചിന്തയിലോട്ടൊന്ന് കടന്നു പോയാലോ? ഞാൻ നിങ്ങളുടെ മുഫി. അപ്പോൾ ഇന്ന് സംസാരിക്കുന്ന ഒരു വിഷയം എന്താണെന്നറിയാമോ? നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് തന്നെയല്ലേ നമുക്ക് തിരിച്ചു കിട്ടുക. അതെ, നമ്മളൊരു നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലനം നമുക്ക് നന്മയായിട്ട് തന്നെ തിരിച്ചെത്തും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നടന്നു പോവാണെന്ന് വെച്ചോ, ഒരു വഴി കൂടെ ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ നല്ല കാണാൻ നല്ല അത്യാവശ്യം മുഞ്ചുള്ളൊരു മോള് വരെയാണ്. ഈ ഭംഗി എന്ന് പറയുന്നത് കളറ് മാത്രമല്ല കേട്ടോ. എന്നോടിപ്പോൾ ചോദിക്കുകയാണ് ഏറ്റവും ഭംഗി എങ്ങനെയാണ് ഇത്ത നോക്കിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ലൊരു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു മൈക്ക് സ്റ്റേജിൽ പോയിട്ട് സംസാരിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേജ് ഫിയറൻസ് ഇല്ലാണ്ട് കയറി സംസാരിക്കാൻ അവളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബ്യൂട്ടി ക്വീൻ എന്ന് പറയുന്നത് അവളാണ്. സോ അതാണ് ഓരോ ആൾക്കാരുടെയും കൺസെപ്റ്റ് എങ്ങനെയാണ് അല്ലേ? ഓരോ ആൾക്കാരുടെയും കണ്ണിൻ്റെ കൃഷ്ണമണിയിലായിരിക്കണ അപ്പുറത്തെ സൈഡിലുള്ള ആ മൊഞ്ച് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അത് പറയുമ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലാവുന്നത്. ലൈല മജ്നുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരാരുമില്ല. ഓക്കെ, അപ്പം മജ്നുവിൻ്റെ കണ്ണിൽ ലൈലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും ഭംഗിയുള്ളത് എന്ന് പറയുമ്പോഴാണ് ഈ ഇടയ്ക്ക് യഥാർത്ഥത്തിൽ ലൈല മജ്നു എന്ന് പറയുന്ന ഫോട്ടോ ഞാൻ കണ്ടത്. സോ നമുക്കൊന്നും എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ലൈലയെ കണ്ടാൽ ഇത്ര ഭംഗിയാണോന്നൊന്നും തോന്നില്ല. പക്ഷേ മജ്നുവിൻ്റെ കണ്ണിൽ ഏറ്റവും വലിയ മുഞ്ചത്തി എന്ന് പറയുന്നത് ലൈലയാണ്. അതേ മജ്നുവിനെ ഭ്രാന്ത് പിടിക്കുന്ന രീതിയിൽ പ്രണയിക്കാൻ അല്ലെങ്കിൽ ആ പ്രണയവികാരത്തിലോട്ട് കൊണ്ടെത്തിച്ചത് ആ ലൈലയാണ്. സോ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ആൾക്കാരുടെയും കണ്ണിലാണ് അവരുടെ ഭംഗി എന്ന് പറയുന്ന ആസ്പെക്ട്സ് ഇരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ട് പോട്ടെ, നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു നല്ല അത്യാവശ്യം ഭംഗിയുള്ളൊരു മോള് നടന്നു പോകുമ്പോൾ പറയാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ മോൾ അടിപൊളിയാട്ടോ, മാഷല്ലാ അടിപൊളിയാണല്ലോ നിന്നെ കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കി തിരിച്ച് ചിരിക്കത്തേ ചെയ്യത്തുള്ളൂ അല്ലേ? അപ്പോൾ നല്ല കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങാം. നല്ലതിനെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറയാം, അപ്രീസിയേഷൻ അല്ലേ? അപ്രീസിയേഷൻ ഇഷ്ടമില്ലാത്തവരാരാണുള്ളത്? എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇതാ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പം എനിക്ക് തന്നെ എന്ത് പറയുക, ഭയങ്കര ഇഷ്ടം തോന്നും അല്ലേ? അവരെന്നെക്കുറിച്ച് നല്ലതാണല്ലോ പറഞ്ഞത്, അൽഹംദുലില്ലാ എന്ന് തോന്നും. ഇത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരുടെ ക്വാളിറ്റി സൈഡ് അത് നമ്മളോട് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ തയ്യാറാവണം. അവരിപ്പോൾ ചിരിക്കുന്നതാണ് നല്ലതെങ്കിലോ പറയണം, മാഷല്ലാ എന്ത് ചിരിയാണ്, ക്യൂട്ടാണോ അതെന്നെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലുണ്ടാവുന്ന ആ ഒരു പോസിറ്റീവ് ആ ഒരു ഹോർമോണല്ലേ അത് അവർക്ക് നല്ലതല്ലേ ഉണ്ടാക്കുന്നത്. സോ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ളതാക്കണം നമ്മുടെ നാവും നമ്മുടെ വാക്കുകളും പെരുമാറ്റവും. സോ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ റിസൾട്ട് ഒരു റിഫ്ലക്ഷൻ പോലെ തിരിച്ചു വരും. സോ എന്ത് പറഞ്ഞാൽ നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഒരുങ്ങിയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കോലം കെട്ട രീതിയിൽ എന്തായാലും കാണൂലല്ലോ, നല്ല രീതിയിലല്ലേ കാണുക. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിനെ രൂപീകരിച്ച് കൊണ്ടുവരണം. അതായത് നമുക്ക് ചുറ്റുമുള്ള എല്ലാവരിലെയും ഉള്ള പോസിറ്റീവ് സൈഡിനെ അത് നമുക്ക് പറഞ്ഞു അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥകളാണെങ്കിൽ പറയണം. ഇപ്പോൾ ചിലരിപ്പോൾ സ്റ്റേജിൽ വന്ന് ഒരു പ്രസംഗിച്ച് പോയി അടിപൊളിയായിരുന്നു എൻ്റെ സ്പീച്ച് മോളി എന്ന് പറയണം. അതേസമയം ചില മക്കളെന്ന് പറയുന്നത് പഠിക്കാൻ ഭയങ്കര ഇൻ്റലിജൻറ്റ്